പശ്ചിമേഷ്യയിൽ ഒടുവിൽ സമാധാനത്തിൻ്റെ കിരണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സമാധാന കരാറിലേക്ക് ഇറാനും US-ഉം സഞ്ചരിക്കുകയാണ്. ഇസ്രായേൽ അപ്പോഴും ഇടങ്കോലിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലെ ചർച്ചകളുടെ ഗതി എന്തായിരിക്കും? സമാധാനം ദീർഘകാലം നീണ്ടു നിൽക്കുമോ? സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കൂ, എണ്ണ ഒഴുകട്ടെ എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഹ്ലാദവാക്യം. US-ഇറാൻ യുദ്ധവിരാമ ധാരണയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് നീക്കം സാധാരണ നിലയിലാക്കും, ഇറാനെതിരായ നാവിക ഉപരോധം നീക്കും, ആണവ പരീക്ഷണമടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച തുടരും. വെള്ളിയാഴ്ച ജനീവയിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഉൾപ്പെടുന്ന നേതൃസംഘം കരാറിൽ ഒപ്പുവെക്കും. ഇത്രയുമാണ് മുന്നിലുള്ളത്. 14 MOU ആകും ജനീവയിലേക്കുള്ള നയതന്ത്ര വഴിയൊരുക്കുക. ഈ രേഖയിൽ ഇരുവിഭാഗവും ഇലക്ട്രോണിക് ഒപ്പിടൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരണാപത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. സൂചനകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇതുവെച്ച് ഈ ധാരണ ആരിലേക്ക് ചായുന്നുവെന്ന് ഖണ്ഡിതമായി പറയാനാകില്ല. ഇസ്രായേലിനെ നിലക്ക് നിർത്താതെ ഒരു കരാറും യാഥാർത്ഥ്യമാകില്ലെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലെബനാനിൽ ആക്രമണം രൂക്ഷമാക്കി കുളം കലക്കാൻ ഇസ്രായേൽ ആവത് ശ്രമിക്കുന്നുമുണ്ട്. ലെബനാൻ ആക്രമണത്തിൻ്റെ പേരിൽ ട്രംപ് നെതന്യാഹുവിനെ തെറി വിളിക്കുക വരെ ചെയ്തുവെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനൊന്നും ഒരു ഫലവും ഉണ്ടാക്കാനായിട്ടില്ല. US-ന് ഇസ്രായേലിനെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തിയില്ലെന്ന് ചർച്ചാ വിജയത്തിൻ്റെ പ്രതീക്ഷാനിർഭര നിമിഷത്തിലും ഇറാന് ആക്ഷേപിക്കേണ്ടി വന്നു. സമാധാനം കയ്യകലത്തിൽ നിൽക്കെ ഇസ്രായേൽ ഈ ചോരക്കളിക്ക് നിൽക്കരുതെന്ന ദുർബല സ്വരം മാത്രമാണ് ട്രംപിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് യുദ്ധവിരാമത്തിൻ്റെ ആശ്വാസം അല്പായുസ്സായി പോകില്ലെന്നോ, US അതിൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുമെന്നോ, ഇസ്രായേൽ കുത്തിത്തിരിപ്പിന് അവധി നൽകുമെന്നോ പറയാനാകില്ല. അപ്പോഴും മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും സാമ്പത്തിക ദുരന്തത്തിനും മരണഭീതിക്കും താത്കാലികമായി അറുതിയാകുന്നതിൽ സമാശ്വസിക്കാം. കനത്ത നഷ്ടങ്ങൾക്കിടയിലും പിടിച്ചു നിന്നുവെന്നും 1979 വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായി അമേരിക്കയെ നേർക്കുനേർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നുവെന്നും ഇറാന് ആത്മവിശ്വാസം കൊള്ളാം. നാറ്റോയടക്കം സഖ്യശക്തികളെല്ലാം കൈയൊഴിയുന്നതിൻ്റെ കയ്പുനീർ ഇത്തിരിയെങ്കിലും ട്രംപ് കുടിച്ചുവെന്ന് സമാധാന സ്നേഹികൾക്ക് ആശ്വസിക്കാം. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പ്രവചിച്ചിടത്താണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് എത്തി നിൽക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ട്രംപ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്നും നയതന്ത്ര മേശയിൽ അദ്ദേഹത്തിന് മേൽക്കൈ നഷ്ടമായതിനാൽ പറഞ്ഞു നിൽക്കാവുന്ന ധാരണയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നുമായിരുന്നു ഫ്രെഡറിക് മെർസ് പറഞ്ഞത്. അത്രമേൽ ഗതികേടിലായിരുന്നു ട്രംപ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. യുദ്ധത്തിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടുവെന്നും വൻശക്തിയെ ലോകത്തിനു മുന്നിൽ ഇറാൻ അപമാനിതരാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ നേതൃത്വം വ്യക്തതയോടെയും വളരെ സമർത്ഥമായുമാണ് ചർച്ചകളിൽ ഇടപെടുന്നത്. കരുതിയതിനേക്കാൾ ശക്തരായാണ് അവർ കാണപ്പെടുന്നതെന്നും ജർമ്മൻ ചാൻസലർ ആ പ്രസംഗത്തിൽ തുറന്നടിക്കുന്നു. US-ഉമായി നിരവധി ആക്രമണ പദ്ധതികളിൽ സഹകരിച്ച EU രാജ്യമാണ് ജർമ്മനി. നാറ്റോയിലെ പ്രബല അംഗം, ഇസ്രായേലിൻ്റെ സൈനിക പങ്കാളി. അത്തരമൊരു രാജ്യത്തിൻ്റെ തലവൻ ട്രംപിൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് വലിയ വാർത്തയായി. അത് ജർമ്മനിയുടെ മാത്രം സ്വരമല്ലെന്ന് എല്ലാവരും വിലയിരുത്തി. മെർസിൻ്റെ വാക്കുകൾ അമേരിക്കൻ നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. ട്രംപും JD വാൻസും അടക്കമുള്ളവർ ജർമ്മൻ ചാൻസലറോട് രൂക്ഷമായ ഭാഷയിൽ കലഹിച്ചു. ജർമ്മനിയിൽ നിന്ന് US സൈനികരെ പിൻവലിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. സയനിസ്റ്റ് ലോബിയിങ്ങിൽ വീണ് ഇറാനെതിരെ ആക്രമണത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എന്തൊരു വ്യക്തതയായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ മിഡിൽ ഈസ്റ്റ് ഉപദേശകൻ സ്റ്റീവ് വിറ്റ്കോഫിനും. ഇറാനെ ആക്രമിക്കാനിറങ്ങുമ്പോൾ ട്രംപ് തൻ്റെ സാമൂഹിക പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഹ്രസ്വകുറിപ്പുകൾ മുഴുവൻ ഇപ്പോഴെടുത്ത് വായിക്കുന്നത് നല്ല രസകരമായിരിക്കും.
ഇറാനിൽ എന്തൊക്കെ നടക്കുമെന്നത് ഓരോ പോസ്റ്റിലും അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കും, ഭരണമാറ്റം സാധ്യമാക്കും, എണ്ണ വിപണി പിടിച്ചെടുക്കും, ഇറാൻ്റെ പ്രോക്സികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ലെബനാനിലെ ഹിസ്ബുല്ലയെയും ഗസയിലെ ഹമാസിനെയും യമനിലെ ഹൂസികളെയും മുച്ചൂടും മുടിക്കും, ഇസ്രായേലിൻ്റെ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ക്രമം സാധ്യമാക്കും. ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒടുങ്ങുമ്പോൾ എന്താണ് അവസ്ഥ? പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള ഉന്നത നേതൃത്വത്തെ വകവരുത്തിയിട്ടും ഇറാനിൽ ആഭ്യന്തര കൂട്ടക്കുഴപ്പം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ആണവ പദ്ധതികളിൽ നിന്ന് ഒരിഞ്ചു പിന്നോട്ടു പോകാൻ ഇറാൻ തയ്യാറായെന്നതിന് ഒരു തെളിവുമില്ല. ലെബനാനിൽ പുതിയ യുദ്ധമുഖം തുറന്നിട്ടും ഇസ്രായേലിന് ഹിസ്ബുല്ലയെ തകർക്കാനായില്ല. ഹോർമുസിനെ വെച്ചുള്ള വിലപേശലിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു. ലോകത്താകെ ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കി യുദ്ധവിരാമം എല്ലാവരുടെയും ആവശ്യമാക്കി മാറ്റാൻ ഇറാന് സാധിച്ചു. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ താത്കാലികമായി മാറ്റിവെച്ച് അടിയന്തര വെടിനിർത്തലിനും സമുദ്രപാതകൾ തുറന്നു നൽകുന്നതിനും മുൻഗണന നൽകുമെന്ന ഇറാൻ്റെ നിഷ്കർഷയാണ് അംഗീകരിക്കപ്പെടുന്നത്. ആദ്യം സമാധാനം ഉറപ്പാക്കുക എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറ്റാനാണ് ഇറാൻ ശ്രമിച്ചത്. ഹോർമുസിൽ സംയുക്ത സൈനിക നീക്കം നടത്തി ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന US തന്ത്രം പൊളിഞ്ഞതോടെ ഏപ്രിൽ 13 മുതൽ ഇറാന് മേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് പിൻവലിച്ചു മാത്രമേ കൂടുതൽ ചർച്ചകൾക്കുള്ളൂ എന്ന നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിന്നത്. അക്കാര്യത്തിൽ തീരുമാനത്തിലെത്തിയെന്നാണ് പുറത്തുവന്ന പരിമിത വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അറബ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഏറെ എല്ലുറപ്പ് നേടിയെന്നതാണ് ഒടുവിൽ അവശേഷിക്കുന്നത്. കരാർ വരുന്നത് US-ഉം ഇറാനും തമ്മിലാണ്. ഞങ്ങൾക്കതിൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. എന്നുവെച്ചാൽ ധാരണയുടെ നട്ടെല്ലിന് തന്നെ തകരാറുണ്ട്. ലെബനാനിലെ ഹിസ്ബുല്ലയ്ക്കെതിരായ ആക്രമണം നിർത്താതെ ഒരു ധാരണയും സാധ്യമല്ലെന്ന ഇറാൻ്റെ നിലപാട് നിലനിൽക്കുമ്പോൾ ജനീവയിൽ എങ്ങനെയാണ് കരാർ സാധ്യമാകുക? US മുൻകൈയിൽ നിലവിൽ വന്നുവെന്ന് പറയുന്ന ലെബനാൻ വെടിനിർത്തൽ എത്രമാത്രം പ്രാബല്യത്തിലാക്കാൻ സാധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ജനീവ വിജയം. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണത്തിന് വലിയ പ്രഹരമേൽപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്താതെ ട്രംപിന് മുഖം രക്ഷിക്കാനാകില്ല. ഈ ദിശയിൽ നേരത്തെ നടന്ന ചർച്ചകളുടെ അതിവേഗ തുടർച്ച അനിവാര്യമാകും. ഒബാമയുടെ കാലത്ത് ഒപ്പുവെച്ച ആണവ കരാറിലേക്കെങ്കിലും ഇറാനെ എത്തിക്കുകയെന്നതാകും US സംഘത്തിന് മുന്നിലെ വലിയ വെല്ലുവിളി. ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുമെന്നാണല്ലോ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം നിർബാധം തുടരുമ്പോഴാണല്ലോ US സർവ്വസന്നാഹവുമായി കടലിലും ആകാശത്തും മരണം വിതച്ചതും ഇറാൻ്റെ ഉന്നത നേതൃത്വത്തെ വകവരുത്തിയതും. അതോടെ ഇറാൻ ഹോർമുസ് വെച്ച് കളി തുടങ്ങി. ഇനി ആ കളി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുമോ? ഒരു ചരട് കയ്യിൽ വയ്ക്കാൻ അവർ ശ്രമിക്കില്ലേ? മാരിടൈം സർവീസ് ഫീസ് ഈടാക്കുമെന്ന വ്യവസ്ഥയെങ്കിലും ഇറാൻ മുന്നോട്ട് വയ്ക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലാകും മാധ്യസ്ഥർ വല്ലാതെ വിയർക്കുക. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ അന്ത്യം കുറിച്ചേ താൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് മാർച്ചിൽ ട്രംപ് പറഞ്ഞതാണ്. ഈ പിടിവാശിക്ക് ഇറാൻ കീഴൊതുങ്ങില്ലെന്ന് ഉറപ്പാണ്. മിസൈൽ പദ്ധതി ചർച്ചാ അജണ്ടയിലേയില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇറാൻ നേടുന്ന ഏറ്റവും നിർണായക മേൽക്കൈ അതായിരിക്കും. ഇറാൻ്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചതിലും ഉപരോധത്തിലും എത്രമാത്രം ഇളവുകൾ നേടിയെടുക്കാൻ ഇറാന് സാധിക്കുമെന്ന ചോദ്യവും നിർണായകമാണ്. മരവിപ്പിച്ച് കിടക്കുന്ന $24 ബില്യൺ സ്വത്തുക്കൾ മുന്നിൽ വെച്ചാകും ഇറാൻ ചർച്ചയ്ക്കിരിക്കുക. അപരിഹാര്യമായ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ഇറാന് ചെറിയ ഇളവുകൾ വാങ്ങി ജനീവയിൽ നിന്ന് മടങ്ങാനാകില്ല. അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയില്ലെങ്കിൽ 60 ദിവസത്തെ വെടിനിർത്തലുണ്ടാകും. ആ ദിനങ്ങൾ തിരക്കിട്ട ചർച്ചയുടേതാകും. തുടങ്ങിക്കുടുങ്ങിയ യുദ്ധത്തിൽ നിന്ന് തടിയൂരാൻ ട്രംപിന് ചില ന്യായങ്ങൾ അതിനിടക്ക് കിട്ടണം. അറബ് അയൽക്കാരെ ആക്രമിച്ചും ആയുധപ്പരകൾ ശൂന്യമാക്കിയും പരമോന്നത നേതാവിൻ്റെ പോലും രക്തസാക്ഷിത്വം അനുഭവിച്ചും പോരടിച്ച ഇറാനും കിട്ടണം വ്യക്തമായ നഷ്ടപരിഹാരങ്ങൾ. എല്ലാം വരുത്തിവെച്ച ഇസ്രായേലിന് മാത്രം ഒരു കുറ്റബോധവുമില്ല. ആരോടും ഉത്തരവാദിത്വമില്ലാത്ത അക്രമി രാഷ്ട്രത്തിന് എന്തായാലെന്ത്? രൂക്ഷമായ ചർച്ചകൾക്ക്, തർക്കങ്ങൾക്ക് ശേഷമാകും
പശ്ചിമേഷ്യയിൽ ശരിയായ സമാധാനം പുലരുക എന്നാണ് ഒടുവിൽ പറയാനാകുന്നത്. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.